ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടല്ലോ. നമ്മൾ പഠിക്കുന്നത് പവർ പോയിൻ്റ് 2007 ആണ്. അതിൻ്റെ ക്ലാസ് 3 ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി തന്നെ പവർ പോയിൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻസേർട്ട് ടാബും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ബാക്കിയായിട്ടുള്ള പോർഷനാണ്. നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ സിലബസിലെ മെജോറിറ്റി പാർട്ടും പവർ പോയിൻറ്റിൻ്റെ മെജോറിറ്റി പാർട്ടും ഇതാണ് ഇൻസേർട്ട് ടാബിനകത്തുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇൻസേർട്ട് ടാബ് നന്നായി തന്നെ പഠിക്കുക. ഇൻസേർട്ട് ടാബിലുള്ള ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഉറപ്പിച്ച് പഠിക്കുക. ആദ്യത്തെ ടോപ്പിക്ക് ഹൈപ്പർ ലിങ്ക് ആണ്. ഹൈപ്പർ ലിങ്ക് എല്ലാവർക്കും തന്നെ അറിയാം. നമ്മളൊരു ടെക്സ്റ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിൽ ഒരു ലിങ്ക് കൊടുക്കാൻ പറ്റും. ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ടെക്സ്റ്റിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഒരു പേജിലേക്ക് ചിലപ്പോൾ പോവും, അല്ലെങ്കിൽ അവിടെ തന്നെ വേറൊരു ഡോക്യുമെൻറ്റിനകത്തേക്ക് പോവും, ഇല്ലെങ്കിൽ ഒരു പിക്ചറിനകത്തേക്ക് പോവും, അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പായിരിക്കും. ഇങ്ങനെ പല ഫോർമാറ്റ്സിലുള്ള ഫയൽസും നമുക്ക് ഹൈപ്പർ ലിങ്കിനകത്ത് കൊടുക്കാൻ പറ്റും. ഈ ഹൈപ്പർ ലിങ്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്? ഏത് ടാബിൽ നിന്നാണ്? നമ്മുടെ ആൻസർ എന്താണ്? ഇൻസേർട്ട് ടാബിനകത്തെ ലിങ്ക് ഓപ്ഷനകത്ത്. ഈ ഇൻസേർട്ട് ടാബിലെ ലിങ്ക് ഗ്രൂപ്പിനകത്താണ് ഹൈപ്പർ ലിങ്ക് കാണുന്നത്. അതോടൊപ്പം തന്നെ പഠിക്കേണ്ടത് വേർഡിൽ പഠിച്ച അതേ ഷോർട്ട് കട്ട് തന്നെയാണ് ഇവിടെയും. Ctrl+K ആണ് ഹൈപ്പർ ലിങ്കിൻ്റെ ഷോർട്ട് കട്ട്. ഇനി ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എന്ത് വരും? അതാണ് ഇമ്പോർട്ടൻറ്റ്. പുതിയൊരു വിൻഡോ വരും. അതിനകത്തേക്ക് നമുക്ക് ഹൈപ്പർ ലിങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ ലിങ്ക് എവിടേക്കൊക്കെ കൊടുക്കാൻ പറ്റും? ലിങ്ക് ടു എക്സിസ്റ്റിംഗ് ഫയൽ ഓർ വെബ് പേജ്. ഒന്നുകിൽ ഒരു ഫയലായിരിക്കും. ആ ഫയൽ ഒരു പിക്ചർ ഫയലാവാം, വീഡിയോ ആവാം, ഓഡിയോ ആവാം, എന്ത് ഫയൽ വേണമെങ്കിലും ആവാം. ഇല്ലെങ്കിൽ ഒരു വെബ് പേജ്. ഇല്ലെങ്കിൽ വരാൻ പറ്റുന്നത് പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻ്റ്, അതായത് ആ ഡോക്യുമെൻറ്റിലെ തന്നെ ഏതെങ്കിലും ഒരു പ്ലേസിലേക്ക്, ഏതെങ്കിലും ഒരു സ്ലൈഡിലേക്ക് പോകാം. ഇങ്ങനെ നമുക്ക് ഹൈപ്പർ ലിങ്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെൻ്റ്, പുതിയ ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തു വരാം. ഇല്ലെങ്കിൽ നാലാമത്തെ ഓപ്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇമെയിൽ അഡ്രസ്സിലേക്ക് ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ PSC അത് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയുള്ളത് അടുത്ത ബട്ടൺ ആക്ഷൻ ആണ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ആക്ഷൻസ് വരാം? ആ ടെക്സ്റ്റിൻ്റെ പുറത്ത് മൗസ് ക്ലിക്ക് ചെയ്യണോ, അതോ മൗസ് ഓവർ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ആക്ഷൻസ് കിട്ടണോ? ഇതിൽ ആദ്യത്തെ മൗസ് ക്ലിക്കാണ്. മൗസ് ക്ലിക്ക് എന്ന ടാബിനകത്ത് ഒരുപാട് ആക്ഷൻസ് എഴുതിയിട്ടുണ്ട്. അതായത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും ചെയ്യാതിരിക്കാം, അതാണ് നൺ. അടുത്തത് ഹൈപ്പർ ലിങ്ക് ടു നെക്സ്റ്റ് സ്ലൈഡ് അല്ലെങ്കിൽ പ്രീവിയസ് സ്ലൈഡ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ റൺ എ പ്രോഗ്രാം, വേറൊരു സെപ്പറേറ്റ് പ്രോഗ്രാം റൺ ചെയ്യാനുള്ള ഓപ്ഷൻ. ഇല്ലെങ്കിൽ റൺ എ മാക്രോ, അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് വരാം, ഒരു പിക്ചർ ഓപ്പൺ ചെയ്യാം, പ്ലേ സൗണ്ട്, ഇങ്ങനെ പല രീതിയിലും നമുക്ക് ആക്ഷൻസ് കൊടുക്കാം. ഹൈപ്പർ ലിങ്കിനകത്ത് കൊടുക്കുന്ന ആക്ഷൻസ് ആണ്. ഇതിൽ മൗസ് ക്ലിക്കിലും കൊടുക്കാൻ പറ്റും, മൗസ് ഓവറിലും കൊടുക്കാൻ പറ്റും. ആ രണ്ട് ഓപ്ഷൻസും പഠിച്ചു വയ്ക്കുക. മൗസ് ക്ലിക്കിലും മൗസ് ഓവറിലും നമുക്ക് ആക്ഷൻസ് കൊടുക്കാൻ പറ്റും. ആ ഓരോന്നിനകത്തും ഹൈപ്പർ ലിങ്കിൻ്റെ പുതിയൊരു സ്ലൈഡിലേക്ക് ഹൈപ്പർ ലിങ്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യിക്കാം, മാക്രോ റൺ ചെയ്യിക്കാം, ശബ്ദമുണ്ടാക്കാം. ഇങ്ങനെ പല രീതിയിലും നമുക്ക് ആക്ഷൻസ് കൊടുക്കാൻ പറ്റും. ഇനി പഠിക്കേണ്ടത് ടെക്സ്റ്റ് ഗ്രൂപ്പാണ്. ടെക്സ്റ്റ് ഗ്രൂപ്പും ഇൻസേർട്ട് ടാബിനകത്തെ തന്നെ ടെക്സ്റ്റ് ഗ്രൂപ്പാണ്. ഈ ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്ത് ആദ്യത്തേത് ടെക്സ്റ്റ് ബോക്സ്. അത് വളരെ എളുപ്പമാണ്. ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷനാണ് ടെക്സ്റ്റ് ബോക്സ് തരുന്നത്. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഹെഡർ ആൻഡ് ഫൂട്ടർ. ഒരു സ്ലൈഡിനകത്തേക്ക് ഹെഡറും ഫൂട്ടറും ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെയാണ് ഇരിക്കുന്നത്? ഇൻസേർട്ട് ടാബിനകത്തുള്ള ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്ത്. ഈ ഹെഡർ ആൻഡ് ഫൂട്ടർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഡയലോഗ് ബോക്സ് ആയിരിക്കും കിട്ടുന്നത്. ആ ഡയലോഗ് ബോക്സിനകത്ത് രണ്ട് രീതിയിലുള്ള ടാബുകളാണുള്ളത്. ആദ്യത്തെ ടാബ് സ്ലൈഡ് ടാബ്, രണ്ടാമത്തേത് നോട്ട്സ് ആൻഡ് ഹാൻഡ് ഔട്ട്സ് ടാബ്. ഇത് സ്ലൈഡ് ടാബും നോട്ട്സ് ആൻഡ് ഹാൻഡ് ഔട്ട്സ് ടാബും നമുക്ക് വ്യൂസ് പഠിച്ചു കഴിയുമ്പോൾ മാത്രമേ കുറച്ചുകൂടി ക്ലിയർ ആവുള്ളൂ. എന്നാലും അറിഞ്ഞിരിക്കുക, ആദ്യത്തേത് സ്ലൈഡ് ടാബ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ലൈഡ്സിന് മാത്രം ഹെഡറും ഫൂട്ടറും കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തത് നോട്ട്സ് ആൻഡ് ഹാൻഡ് ഔട്ട്സ് ടാബ് എന്ന് പറഞ്ഞാൽ നോട്ട്സ് പേജിലെ ഈ നോട്ട്സിനകത്ത്, നോട്ട്സ് പെയിനകത്ത് വരുന്ന നോട്ട്സ് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ
കൊടുക്കാൻ തക്ക വിധം ഒരു പേജ് രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതിനെയാണ് ഹാൻഡ് ഔട്ട്സ് എന്ന് പറയുന്നത്. ഈ ഹാൻഡ് ഔട്ട്സിന് നമുക്ക് ഹെഡർ, ഫൂട്ടർ, പേജ് നമ്പർ എല്ലാം കൊടുക്കാൻ പറ്റും. ഇത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഡയലോഗ് ബോക്സിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തേത് സ്ലൈഡ് ടാബാണ് ആക്റ്റീവായിരിക്കുന്നതെങ്കിൽ സ്ലൈഡ് ടാബിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും? ആദ്യത്തെ ഓപ്ഷൻ ഡേറ്റ് ആൻഡ് ടൈം. ഹെഡർ ആൻഡ് ഫൂട്ടറാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമുക്ക് സ്ലൈഡിനകത്ത് ഡേറ്റ് ആൻഡ് ടൈം കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇതേപോലെ തന്നെ സ്ലൈഡിൻ്റെ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുകൂടാതെ ഫൂട്ടർ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്ത് എവിടെയും ഹെഡർ കാണുന്നില്ല, ഫൂട്ടർ മാത്രമേ ഉള്ളൂ. സ്ലൈഡിന് ഫൂട്ടറാണ് കൊടുക്കാൻ പറ്റുന്നത്. അടുത്തത് നോട്ട്സ് ആൻഡ് ഹാൻഡ് ഔട്ട്സ് ടാബാണ്. നോട്ട്സ് ആൻഡ് ഹാൻഡ് ഔട്ട്സ് ടാബ് ആക്റ്റീവായിരിക്കുന്ന സമയത്ത് നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം കൊടുക്കാൻ പറ്റും, ഹെഡർ കൊടുക്കാൻ പറ്റും, ഫൂട്ടർ കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ പേജ് നമ്പർ കൊടുക്കാൻ പറ്റും. പേജ് നമ്പറിന് വരാൻ കാരണം എന്താണ്? സ്ലൈഡിന് മാത്രമല്ലേ സ്ലൈഡ് നമ്പർ ഉള്ളൂ. നോട്ട്സ് ഒരു പേജിലാണ് എഴുതുന്നത്. അപ്പോൾ പല പല നോട്ട്സിനെയും നമുക്ക് മൾട്ടിപ്പിൾ നോട്ട്സിനെ നമുക്ക് ഒരു പേജിനകത്ത് എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ പേജ് നമ്പേഴ്സ് അതിനകത്ത് കൊടുക്കാം. ഹെഡർ കൊടുക്കാം, ഫൂട്ടർ കൊടുക്കാം, പേജ് നമ്പേഴ്സ് കൊടുക്കാം, ഡേറ്റ് ആൻഡ് ടൈം. ഇത്രയുമാണ് നോട്ട്സ് ആൻഡ് ഹാൻഡ് ഔട്ടിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ഹെഡർ ആൻഡ് ഫൂട്ടർ സെക്ഷൻ. ഇനിയുള്ളത് വളരെ എളുപ്പമാണ്, വേർഡ് ആർട്ട്. വേർഡ് ആർട്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇൻസേർട്ട് ടാബിനകത്താണ് വേർഡ് ആർട്ട് ഉള്ളത്. വേർഡ് ആർട്ട് ഏത് ടാബിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതേപോലെ ഏത് ഗ്രൂപ്പാണ്, ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്താണ് വേർഡ് ആർട്ട് ഇരിക്കുന്നത്. വേർഡ് ആർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴെ തന്നെ ഒരു ഡ്രോപ്പ് ഡൗൺ ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് പല രീതിയിലുള്ള ഭംഗിയുള്ള അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് വേർഡ് ആർട്ട്. വേർഡ് ആർട്ട് അക്ഷരങ്ങളെ പല ഭംഗിക്ക് എഴുതുന്നതിനെയാണ് വേർഡ് ആർട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് പിക്ചേഴ്സോ ഒന്നും തന്നെ ഇൻക്ലൂഡഡ് അല്ല. നെക്സ്റ്റ് പഠിക്കേണ്ടത് ഡേറ്റ് ആൻഡ് ടൈം ആണ്. ഡേറ്റ് ആൻഡ് ടൈം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഡയലോഗ് ബോക്സാണ് കിട്ടുന്നത്. ഈ ഡേറ്റ് ആൻഡ് ടൈം ബോക്സ്, ഈ വിൻഡോയ്ക്കകത്ത് പല രീതിയിലുള്ള ഡേറ്റ് ആൻഡ് ടൈം ഫോർമാറ്റ്സ് ആണുള്ളത്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് എഴുതാം. ഇനി ഇതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ വേർഡിനകത്ത് ഡേറ്റും ടൈമും, കറണ്ട് ഡേറ്റും കറണ്ട് ടൈമും ഇൻസേർട്ട് ചെയ്യാനായിട്ട് രണ്ട് ഷോർട്ട് കട്ട് പഠിച്ചില്ലേ? സാഡ് ആൻഡ് സാറ്റ്. ഷിഫ്റ്റ് ഓൾട്ട് ഡിയും ഷിഫ്റ്റ് ഓൾട്ട് ടിയും. സെയിം കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം ഷോർട്ട് കട്ട് തന്നെയാണ് പവർ പോയിൻറ്റിനകത്തും പഠിക്കാനുള്ളത്. റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. അടുത്ത് പഠിക്കേണ്ടത് സ്ലൈഡ് നമ്പറാണ്. സ്ലൈഡ് നമ്പർ എവിടെ വേണമെങ്കിലും, പേജിൻ്റെ സ്ലൈഡിൻ്റെ എവിടെ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും സ്ലൈഡ് നമ്പറിനകത്തുണ്ട്. ഇനിയുള്ളത് സിംബൽസ് ആണ്. സിംബൽസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംബൽസ് ആണ്. ഈ സ്ക്രീനിൽ കാണുന്നില്ലേ? ഈ സിംബൽസ് ആണ് നമുക്ക് ഏത് സിംബൽ വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇനി അടുത്തത് ഓബ്ജക്റ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഓബ്ജക്ട്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ ഓബ്ജക്ട്സിനകത്തുള്ള എക്സാമ്പിളാണ് നമുക്ക് അഡോബ് അക്രോബാറ്റ് ഡോക്യുമെൻ്റ് ആവാം, അതേപോലെ തന്നെ PDF XML ഡോക്യുമെൻ്റ് ആവാം, ഫോട്ടോഷോപ്പ് ഇമേജ് ആവാം, ബിറ്റ് മാപ്പ് ഇമേജ് ആവാം, മൈക്രോസോഫ്റ്റ് ഇക്വേഷൻ ആവാം, ചാർട്ട് ആവാം, 2003 വർക്ക്ഷീറ്റ് ആവാം. ഇങ്ങനെ പല രീതിയിലുള്ള ഫോർമാറ്റ്സിലുള്ള ഓബ്ജക്ട്സിനെ നമുക്ക് ഈ സ്ലൈഡിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ കൂടി ഇൻസേർട്ട് ഓബ്ജക്റ്റിനകത്ത് കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ഗ്രൂപ്പ് മീഡിയ ക്ലിപ്സ് ആണ്. മീഡിയ ക്ലിപ്സ് രണ്ടെണ്ണമാണുള്ളത്. മൂവീസ് ഇൻസേർട്ട് ചെയ്യാനും സൗണ്ട് ഇൻസേർട്ട് ചെയ്യാനും. ഈ മൂവീസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് രണ്ട് വഴികളാണുള്ളത്. മൂവി ഫ്രം എ ഫയൽ നമുക്ക് ബ്രൗസ് ചെയ്തെടുക്കാം. നമ്മുടെ സിസ്റ്റത്തിനകത്ത് എവിടെയാണോ മൂവി അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പ് ഇരിക്കുന്നത് അതിനെ നമുക്ക് ബ്രൗസ് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ മൂവി ഫ്രം ദ ക്ലിപ്പ് ഓർഗനൈസർ. ക്ലിപ്പ് ഓർഗനൈസർ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ക്ലിപ്പ് ആർട്ടാണ് വരുന്നത്. അതിനകത്തുനിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തൊട്ടടുത്തതാണ് സൗണ്ട് ട്രാക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത് 4 രീതിയിൽ സൗണ്ട് ആഡ് ചെയ്യാം. ആദ്യത്തേത് സൗണ്ട് ഫ്രം എ ഫയൽ. ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സൗണ്ട് ട്രാക്ക് നമുക്ക് എടുക്കാം. അടുത്തത് സൗണ്ട് ഫ്രം ദ ക്ലിപ്പ് ഓർഗനൈസർ. നമ്മുടെ ക്ലിപ്പ് ആർട്ടിനകത്തുള്ള സൗണ്ട് നമുക്ക് എടുക്കാം. അടുത്തത് പ്ലേ CD ഓഡിയോ ട്രാക്ക്. CDയിൽ നിന്ന് നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ. അടുത്തത് റെക്കോർഡ് സൗണ്ട് റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുമുണ്ട് പവർ പോയിൻറ്റിനകത്ത്. ഇനി നമുക്ക് സിലബസ് ഒന്നുകൂടി നോക്കിയാലോ. പവർ പോയിൻറ്റിനകത്ത് ഇത്രയും സെൻറ്റൻസാണ് നമ്മുടെ സിലബസിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിലെ ആദ്യത്തേത് ഇൻസേർട്ടിങ് ആൻഡ് ഡിലീറ്റിങ് എ സ്ലൈഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ക്ലാസ് 1.
അതേപോലെ ഇൻസേർട്ടിംഗ് ചാർട്ട്, ഡയഗ്രാം, സ്മാർട്ട് ആർട്ട്, സൗണ്ട്, വീഡിയോ, സ്ലൈഡ് നമ്പർ, ലിങ്ക്സ്, ഡേറ്റ് ആൻഡ് ടൈം, ഇത്രയും പോർഷൻസാണ് ക്ലാസ് 2ലും ക്ലാസ് 3ലും കൂടി നമ്മൾ പഠിച്ചത്. ഇൻസേർട്ട് ടാബിൻ്റെ ഇത്രയും സെക്ഷൻ. ഇനി വളരെ കുറച്ച് പോർഷൻ മാത്രമേ പവർ പോയിൻറ്റിനകത്ത് പെൻഡിങ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻസേർട്ട് ടാബ് നന്നായി പഠിക്കാൻ തന്നെ ശ്രമിക്കുക. അതേപോലെ വീണ്ടും വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക. ഒരു പ്രാവശ്യം പഠിച്ചു എന്ന് വിചാരിച്ച് ക്ലിയറായി എന്ന് വിചാരിച്ച് നമ്മൾ മറന്നു പോകും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്